പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണ സമ്മാനമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു. മാക്സ് 999 MWZ മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം. എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്കുള്ളിൽ. മാക്സ് 999 പാലക്കാട് റോഡ്, മേലെ പട്ടാമ്പി. ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയം. കോൺഗ്രസ് ആരോപണങ്ങളിൽ പ്രതികരിച്ച് നഗരസഭാ ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ. വീട് മുടക്കിയവർ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഞങ്ങളുടെ കഴിവുകൊണ്ടാണ് എല്ലാം നടക്കുന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പരിഹാസ്യം. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം പഴയ MLA നടത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. ആരാണ് ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള വീട് സമുച്ചയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം തടഞ്ഞതാരാണ്? ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആകെ അറിയാലോ. അദ്ദേഹത്തിന് വീട് മുടക്കിയ MLA എന്ന് പേര് കിട്ടാൻ കാരണം എന്താ? CBIക്ക് കൊടുക്കുന്നു പരാതി, ഹൈക്കോടതിയിൽ പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ലൈഫ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം, ഫ്ലാറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനം തടയുകയാണ്. ഇപ്പോൾ അത് ഗവൺമെൻറ് ഏറ്റെടുത്ത് നിർമ്മാണം നടത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈഫ് മിഷൻ അതിൻ്റെ അന്വേഷണം നടത്തുന്നു. NIT കോഴിക്കോട് വന്ന് നിലവിൽ ആ കെട്ടിടത്തിന് യാതൊരുവിധ ബലക്ഷയവുമില്ല എന്ന രീതിയിൽ അവർ പ്രഖ്യാപിക്കുകയാണ്. പരിശോധന നടത്തിയിട്ട് ഓമത്തണ്ടാണ്, ഉണ്ണിപ്പിണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് സമരം നടത്തിയതാരാ? സംസ്ഥാനത്തെ നേതാക്കന്മാരായിട്ടുള്ള ഉൾപ്പെടെയുള്ള ആൾക്കാർ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നില്ലോ. ലൈഫ് ആകെ അഴിമതിയാണ്, ആകെ കുഴപ്പമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നു, ഞാനങ്ങനെ പരാതി കൊടുത്തിട്ടില്ല, ഞാനത് നിർമ്മാണ പ്രവർത്തനം ഉടനെ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോഴത്തെ അഭിപ്രായ വ്യത്യാസം NITയും അതോടൊപ്പം തന്നെ ലൈഫ് മിഷനും വന്നതും എൻ്റെ പ്രമാണിത്വത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പ്രഖ്യാപനം നടത്തുന്നത്. എൻ്റെ ഒരു കഴിവിൻ്റെ ഭാഗമായിട്ടാണ് അത് നടത്തുന്നത്. അത് MLAയുടെ കഴിവിൻ്റെ ഭാഗമായിട്ടല്ല. ജനാധിപത്യ രീതിയിൽ നമ്മുടെ സമൂഹത്തിനകത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമുണ്ട്, സംവിധാനങ്ങളുണ്ട്, നിയമസഭയുണ്ട്. നിയമസഭയ്ക്കകത്ത് സബ്മിഷൻ ഉന്നയിക്കാനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു തടസ്സമില്ലാതെ അർഹരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കും. നമുക്കറിയാം, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 140 ആളുകൾക്ക് വീടും സ്ഥലവുമില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതിയാണല്ലോ അന്ന് ആവിഷ്കരിച്ചത്. You are watching VCV News.